കഴിഞ്ഞ ഓണത്തിന് എറണാകുളത്ത് ചുരിദാർ മേള നടത്തുമ്പോഴേക്കും ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കി നടക്കണതിനിടക്ക് ഡാമേജ് വന്ന കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് വെറുതെ നിവർത്തി നോക്കിയപ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് വശത്തായിരുന്നു ആ ഒരു വർക്ക് വന്നിരുന്നു വെച്ചത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ഡാമേജും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് നല്ല രീതിയിൽ തയ്ക്കാനായിട്ട് തുണിക്ക് പിന്നെയും നല്ല നീളവും വീതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എനിക്കധികം ഹെവി ആയിട്ട് വർക്ക് വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഗോൾഡൻ ചെറി ത്രെഡിൽ സിമ്പിളായിട്ടൊരു വർക്ക് ബാക്കിലും ഫ്രണ്ടിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്ക് സൈഡിൽ വർക്ക് കൊടുത്ത് കാരണം പിന്നെ സ്ലീവിലൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് ചെറിയൊരു പഫ് പോലെ ആക്കിയെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് ഷെമ്മി പോലെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 2.25 മീറ്ററിൽ തൊങ്ങൽ വെച്ചിട്ടുള്ള ഒരു ഷോളും ബോട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചഡ് ആയിട്ടുമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് തയ്ക്കാനെടുത്തില്ലെങ്കിൽ അടുത്ത ഓണം വരെ ഇത് അലമാരി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ 1-2 പ്രോഡക്ട്സും കൂടിയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് രാവിലെ നടക്കാനൊക്കെ പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടോർച്ചാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബട്ടൺ തെളിയണ അനുസരിച്ചും ഫ്രണ്ടിലും ബാക്കിലും പിന്നെ ഡിം ലൈറ്റായിട്ടും തെളിയുന്നുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്ത് സോപ്പോ ലിക്വിഡൊക്കെ വാങ്ങിക്കാതെ ഞങ്ങൾ അതിൻ്റെ കൂട്ട് വാങ്ങിച്ചിട്ടാണ് എപ്പോഴും ഇങ്ങനെ കലക്കി എടുക്കാറുള്ളത്. ഇത് ഞങ്ങൾ തലേന്ന് കലക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ പകർത്തി കുപ്പിയിലോട്ടാക്കാനുള്ള പണിയെല്ലാം ചേട്ടനുള്ളതാട്ടോ. നമ്മളൊരു 120 രൂപ മുടക്കിയാൽ ഒരു 4 ലിറ്ററോളം ലിക്വിഡ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സോപ്പ് ഡിസ്പെൻസറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാവേ.